നിഗൂഢതകളുടെ ചുരുളഴിയാത്ത ഒരു കൊട്ടാരം. അവിടേക്ക് ഒരു രാത്രി ചിലവിടാനെത്തുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയ താരം. കൊട്ടാരത്തിനുള്ളിലെത്തിയ 10 താരങ്ങളിൽ അവശേഷിക്കുന്നത് 8 പേർ. വോമിറ്റ് ചെയ്യുന്ന കേട്ടോ, വോമിറ്റ് ചെയ്യുന്നുണ്ട്. അവളാണ് തന്നെ ഞാൻ അളന്നത് തെറ്റിപ്പോയി. കുറച്ചുകൂടെ വേണമായിരുന്നു. ഭയം ഒരു പെൺ പടപ്പുറപ്പാണ്. പവർഡ് ബൈ എയ്സ് മണി. വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ധന്യ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിയത്. ലെറ്റ്സ് സീ എത്രത്തോളം ധന്യ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയത്. മൈ ഗോഡ്, ഞാനിപ്പോ ഇതിന്റെ അകത്ത് എവിടെയോ ആണ്. ഞാൻ നിലവര കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ക്ലൂ തരുമോ എനിക്ക്? പോരാളി എന്നൊക്കെ പറയത്തില്ലേ നമ്മള്, ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവര് അല്ലെ, ഒരു മാനറിസംസ് ഒക്കെ പോരാളികൾ, ആ ഒരു ധന്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ധന്യ ഇതുവരെ ഹെൽപ്പും ചോദിച്ചിട്ടില്ലല്ലോ. Oh my നോക്കൂ ധന്യയുടെ നീക്കങ്ങൾ. കുറച്ച് ധൈര്യം കാണുന്നില്ല. മേ ബി ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ ഫലം കണ്ടതാവാം. ധന്യ വാ, ഒറ്റ ചോദ്യം, ധൈര്യമുണ്ടോ? കിടന്നു. റൈറ്റ് നൗ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ധന്യയുടെ 2 കൈയും 2 കാലും ഞാൻ കെട്ടും. ആൻഡ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ധന്യയുടെ ധൈര്യം ചെക്ക് ചെയ്യാൻ പോവാം. അപ്പൊ ധന്യ വന്നപ്പോൾ തന്നെ പറഞ്ഞു ധന്യക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. സോ ടോളറൻസ് എത്രത്തോളം ഉണ്ട്? ധന്യയുടെ അടുത്തേക്ക് ഞങ്ങൾ ഒരു അതിഥിയെ വിടും. ഈ അതിഥിയെ ധന്യ എത്ര നേരം ടോളറേറ്റ് ചെയ്യുന്നു എന്നതാണ്. മനസ്സിലായല്ലോ? പ്ലീസ് സ്റ്റേജ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ദാറ്റ്സ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഒരു സർപ്രൈസ് ആണ് ഏതായാലും ധന്യക്ക്. ധന്യയുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിന് ശേഷം ധന്യയുടെ ചില കാര്യങ്ങളൊക്കെ മാറും. അത് ഐ ക്യാൻ അഷ്യൂർ ദാറ്റ്. സോ നമ്മുടെ അതിഥികളെ കൊണ്ടുവരൂ.
യെസ്, ഓക്കെ ഫൈൻ. ഭയങ്കര സൗണ്ട്. ഫസ്റ്റ് തന്നെ ഇത് വേണമായിരുന്നോ? ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത കുറച്ച് ദിവസം കഴിഞ്ഞ. തന്നെ ഇതൊരു വാം സെഷനാണ്. തന്നെ ഇതിനെ എങ്ങനെ ഇതിന്റെ ടോളറൻസ് ലെവൽ, തന്നെയുടെ ടോളറൻസ് എവിടെ വരെ എന്ന് ചെക്ക് ചെയ്യുന്നു. കിടന്നോ നിങ്ങൾ? ഇങ്ങനെ കിടത്തു? മണിക്കൂർ കിടക്കൂ? വേണ്ട വേണ്ട, കിടന്നു. നോർമൽ എന്റെ വായിലേക്ക് വരുന്നത് കടിക്കൂട്ടോ. നമുക്ക് അരുന്ധതി കയറിയ അതേ വാതിലിലൂടെ കയറിയ മേഘയുടെ അവസ്ഥ അറിയാം. പരിപാടി കാണിക്കരുതെന്ന് വേറെല്ലാം ഞാൻ പറഞ്ഞല്ലേ. ആദ്യം തന്നെ പേടി. എന്റെ പ്രഷർ കുറയ്ക്ക്, എനിക്ക് പ്രഷർ കുറവാ. എന്നെ പേടിപ്പിക്കല്ലേ. മേഘ, ആ റൂമിന് വേറെ ഡോർ ഉണ്ടോന്ന് നോക്കൂ, എന്നിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യൂ. റൂമിന് വേറെ ഡോറ്? ഒന്നും കാണാൻ വയ്യല്ലോ, ഈ ഡോറ് അടഞ്ഞ്. സത്യമായിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഓൾറെഡി ആ കുട്ടി പല തവണയായി പറയുന്നു BP കുറഞ്ഞു വരുന്നുണ്ടെന്ന്. ഒന്നെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഡയറക്ഷനും കൊടുക്കില്ല, സ്റ്റോപ്പും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ആ റിസ്ക് ആണത്. I don't think so. മേഘ, എനിക്ക് മേഘ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. എന്റെ ക്യാമറ ഓഫ് ആണ് മാസ്റ്റർ. ഓക്കെ, ഡു വൺ തിങ്, ആ ഗോപ്രോ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കും. മാസ്റ്റർ ചെയ്തിട്ടില്ല, ആ ഒരു ടെൻഡൻസി ഉണ്ടെന്ന്. മേഘയുടെ She is vomiting. She's vomiting. കണ്ടോ? വോമിറ്റ് ചെയ്യുന്നുണ്ട്. അവളാണ് ചതിക്കുന്നുണ്ട്. അയ്യോ. രാജ്ഞിയുടെ ആഭരണങ്ങളും ഉടയാടകളും കണ്ടെത്താൻ റമീഷയ്ക്ക് സാധിച്ചു. ഛർദിക്കാൻ വരണം, തിന്ന് ചപ്പാത്തി ചിക്കനൊക്കെ പുറത്തു പോവും. എന്തൊരു നാറ്റം. കുളിക്കണം. ഹായ്, നല്ല മല. പേടിച്ച ആദ്യം ആക്റ്റീവ് ടൈം തന്നെ അവള് തിരിച്ച് ഓർണമെന്റ്സ് ഇടുന്നതിന്റെ തിരക്കാണ്. സ്വിച്ച് ഇട്ട പോലെ ഇമോഷൻസ്. ആ
മുത്തും പവിഴൊന്നും പിന്നെ എടുക്കാൻ പറ്റുന്നില്ല, എല്ലാം പൊട്ടിപ്പോയതാ. റെനീഷ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യും. മാസ്റ്റർ, ഓ ലോക്കറ്റൊക്കെ പൊട്ടി. ലെവൻ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലേ? ടാസ്ക് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അവള് ഡ്രസ്സും അതുപോലെ ആ ഓർണമെന്റ്സ് ഒക്കെ കിട്ടില്ല. ഇനി എന്താണ് നെക്സ്റ്റ്? ഞാൻ ഇറങ്ങുക. അയ്യോ അത് പൂട്ടി. അല്ലാ. അല്ലാ. മാസ്റ്റർ, വന്ന വഴി. മഹാറാണിയുടെ ഉടയാടകളും അമൂല്യമായ ആഭരണങ്ങളും ഒക്കെ കണ്ടെത്തി കണ്ണാടിയുള്ള മുറിയിൽ പോയി അത് ധരിച്ച് വരിക എന്നുള്ളതായിരുന്നു റെനീഷക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടാസ്ക് പറഞ്ഞ പ്രകാരം പൂർത്തീകരിക്കാൻ റെനീഷക്ക് സാധിച്ചിട്ടില്ല. സോ റെനീഷയുടെ ടാസ്ക് വാസ് പാർഷ്യലി കംപ്ലീറ്റഡ്, അതായത് ഭാഗികമായി പൂർത്തിയാക്കപ്പെട്ട അവസ്ഥയിൽ എന്ന് പരിഗണിക്കപ്പെടും. ഒരാളുടെ ഏറ്റവും വലിയ ഭയത്തെ മറികടക്കണമെങ്കിൽ ഡയറക്റ്റ്ലി അയാളുടെ ഭയം എന്താണോ അതിലേക്ക് പിടിച്ചിടുകയല്ല വേണ്ടത്, മറിച്ച് അവനവൻ ക്യാപ്പബിൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യിക്കണം. അതുപോലെ റെനീഷയ്ക്ക് കൊടുത്തൊരു ടാസ്ക് കണ്ടു നോക്കൂ. റെനീഷ, വഴിയറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഗൗരി. രഹസ്യ വഴി കണ്ടെത്താൻ ഗൗരിക്ക് സാധിക്കും. ഹലോ മാസ്റ്റർ, മാസ്റ്റർ ക്യാൻ യു ഹിയർ മീ? ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളപ്പോ ഇത് കേൾക്കൂലേ? കൃഷ്ണനെ ഞാൻ നേരത്തെ കണ്ടപ്പോ ഇതും തുറന്നതാണ്. ശിവായ 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 ശിവായ. എന്റെ ദൈവമേ, മര്യാദയ്ക്ക് പഠിച്ചോട്ടിരുന്ന എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇപ്പൊ. ഓ ഇതെല്ലാം കൂടെ കെട്ടി നേരത്ത് വെച്ചിട്ട് നേരെ ചൊവ്വേ നടക്കാൻ. ഭഗവാനെ, ഞാനിത് എങ്ങനെ ഇറങ്ങിപ്പോയി?
കരോളിന്റെ കരുത്ത് ജീസസ് ആണ്. ഭയക്കുന്നുണ്ടെങ്കിലും ടാസ്ക് പൂർത്തിയാക്കാനുള്ള വ്യഗ്രതയിലാണ് അവൾ. ലെവൻ സംസാരിക്കുള്ളൂ. അവൾക്കിപ്പോ എന്റെ ഗൈഡൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര സ്മാർട്ട് ആയിട്ടല്ലേ ചെയ്യുന്നത്. നേരത്തെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. കേരളം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. കാരണം കുറച്ചൊക്കെ ബോൾഡാണ്. ബിക്കോസ് ഞാൻ ഇതിലൊക്കെ വീഴുന്ന കരുതിയ ഇങ്ങനെ ഒരു ഇതിൽ കൊണ്ടെത്തുമ്പോ ആരാണെങ്കിലും ഇത്രയും ഒരു ഇത് എന്നിട്ട് അത് മൂവ് ചെയ്യുന്നില്ലേ, അത്രയും പോകുന്നുണ്ടല്ലോ. പക്ഷെ കുറച്ചുകൂടെ വേണമായിരുന്നു. ബിക്കോസ് ഞാൻ അളന്നത് തെറ്റിപ്പോയി. കുറച്ചുകൂടെ വേണമായിരുന്നു. ലിവിനാണ് ഈ സ്ഥാനത്തെങ്കിലും ഇങ്ങനെ ഇത്രയെങ്കിലും കാമായിട്ട് പോകാൻ പറ്റൂ, ഇത്രയെങ്കിലും ഒരു ഭയമില്ലാതെ പോകാൻ പറ്റൂ. ഈ കുട്ടി വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ആയിരുന്നു ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അതിൽ നിന്ന് ഒരുപാട് അതിജീവിച്ചില്ല. ഇങ്ങനെ ഓരോ പാട്ടായിട്ട് ഇവരുടെയൊക്കെ പേടി മാറ്റിയെടുക്കാനാണ് ഞാനീ ശ്രമിക്കുന്നത്. സോ അതിന് ചില സമയത്തൊക്കെ കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും. അത് ടോർച്ച് ഓഫ് ആയിട്ടോ. നൗ ഷീ ഈസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. മാസ്റ്റർ Yes. Yeah, call me. ടോർച്ച് ഓൺ ആക്കി കൊടുക്കാം. അതിനും ചെയ്യും. Call me. മാസ്റ്റർ എത്ര നേരം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്? ഇത്ര നേരം എന്നെ മറന്നില്ലേ? മാസ്റ്റർ അതുവരെ ചെയ്തില്ല ഒറ്റയ്ക്ക്. അതന്നെ പറഞ്ഞു. ഓരോ ഘട്ടവും വിജയിച്ചോണ്ടിരിക്കുമല്ലേ. ലൈറ്റ് കത്തുന്നില്ല. മാസ്റ്റർ ലൈറ്റ് കത്തുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഇത്രയും നേരം അവിടെ സർവൈവ് ചെയ്തില്ലേ? അവിടെ കാണുന്നതെല്ലാം ചെക്ക് ചെയ്യൂ. അതല്ല മാസ്റ്റർ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല.